1970 ഏപ്രിൽ 18. അങ്ങ് കേരളത്തിന്റെ വടക്കേയറ്റത്ത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കീഴറ എന്ന സ്ഥലത്ത് പാപ്പിനിശ്ശേരി കോണോത്ത് വീട്ടിൽ രുക്മിണിയമ്മയ്ക്കും രവീന്ദ്രൻ നമ്പ്യാർക്കും ഒരു മകൻ പിറന്നു. അവരവന് അജിത് കുമാർ എന്ന് പേരിട്ടു. കുടുംബത്തിലെ മൂത്ത പുത്രനായി അനിൽ, ആനന്ദ്, ശ്രീവിദ്യ എന്നിവരുടെ വല്യേട്ടനായി അവൻ വളർന്നു വന്നു. കണ്ണപുരം നോർത്ത് UP സ്കൂളിലും ചെറുകുന്ന് ഹൈസ്കൂളിലും പഠനം പൂർത്തിയാക്കിയ ശേഷം പ്രീ ഡിഗ്രി പഠനത്തിന് കണ്ണപുരം സൊസൈറ്റി കോളേജിൽ ചേർന്നു. കൂട്ടുകാർക്കിടയിൽ അടൂർബാസി എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ആൾ അഭിനയം എന്നും മനസ്സിൽ കൊണ്ടു നടന്നു. സിനിമാമോഹം തലക്ക് പിടിച്ച് കീഴറ ജ്വാല തിയേറ്റേഴ്സിന്റെ നാടക കളരിയിലെത്തി. പക്ഷെ സാഹചര്യങ്ങൾ അതധികം മുന്നോട്ട് കൊണ്ടുപോയില്ല. ആദ്യം വായുഗുളിക വിൽപ്പനക്കാരനായി വരുമാനം കണ്ടെത്താൻ നോക്കി. സെക്യൂരിറ്റി ജീവനക്കാരനായും ഓട്ടോ ഡ്രൈവറായും എയർപോർട്ടിലെ കാറ്ററിംഗ് തൊഴിലാളിയായും കീഴറ പ്രദേശത്തെ പോസ്റ്റ്മാനായും പല വേഷങ്ങൾ കെട്ടി. തന്റെ 22ാമത്തെ വയസ്സില് പുഴയിൽ മുങ്ങിത്താഴുന്ന 20 വയസ്സുകാരനെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു തുടക്കമായിരുന്നു. മനോഹരേട്ടൻ പ്രവാസലോകത്തേക്ക് കൈപിടിച്ചെങ്കിലും തന്റെ നിയോഗം ഇവിടെയാണെന്ന് കേരള PSCയുടെ അഡ്വൈസ് മെമ്മോ പറഞ്ഞു. 2001 കേരള ഫയർഫോഴ്സിൽ ഫയർമാൻ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. സഹധർമ്മിണിയായി പ്രേമജയും മക്കളായി ശ്രേയയും ശ്രവ്യയും കൂട്ടിനെത്തി. കോവിഡ് കാലത്ത് അവശ്യ മരുന്നുകളും മറ്റും എത്തിക്കാൻ സ്വന്തം കീശ പോലും മറന്ന് മുന്നോട്ട് വന്നു. സേനയുടെ നീന്തൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായതുകൂടാതെ സ്വന്തം നാടിനെ സമ്പൂർണ്ണ നീന്തൽ ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള വലിയ ഉദ്യമത്തിന് നേതൃത്വം നൽകി വരുന്നു. സർവീസിനിടയിൽ 2.5 വർഷം കഠിനമായ മാനസിക പ്രയാസങ്ങളെ ചിരിച്ചുകൊണ്ട് തന്നെ പൊരുതി നിന്നു. ഇതിനിടയിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ, ഷോർട്ട് ഫിലിമുകളിലൂടെയും സിനിമകളിലൂടെയും പരസ്യചിത്രങ്ങളിലൂടെയും അഭിനയത്തെ നെഞ്ചോട് ചേർത്തു. കൊല്ലിക്കടവത്തെ കൊല്ലിപ്പെൺമീനെ പൂരം പെയ്ത് പിടിക്കാനും കറി വെച്ച് കഴിക്കാനും. 2026 ഏപ്രിൽ 30 PK അജിത് കുമാർ സർക്കാർ സേവനത്തോട് വിട പറയുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയവന് ജീവിതത്തിന്റെ കരതൊടുവാൻ ഫയർ എഞ്ചിന് കുതിപ്പേകിയ 25 വർഷങ്ങൾക്കാണ് പര്യവസാനമാകുന്നത്. ഒരു കലാകാരന്റെ സർഗാത്മകതയ്ക്കും ഒരു പൊതുപ്രവർത്തകന്റെ സേവന മനോഭാവത്തിനും വിരമിക്കലില്ലല്ലോ. ഇനിയും ഒരുപാട് വേഷങ്ങൾ വേദിയിലും അരങ്ങിലും ആടാനും സാധാരണക്കാർക്ക് തണലാകാനും ശിഷ്ടജീവിതത്തിന് കഴിയട്ടെ. സ്നേഹാദരങ്ങൾ.